അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യഹോവാഭക്തി എന്നതിന് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഫിയർ ഓഫ് ദ ലോർഡ് എന്നാണ്. അങ്ങനെയെങ്കിൽ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ദൈവഭയം എന്നാണ് അർത്ഥം. ദൈവഭയം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നമുക്ക് ജ്ഞാനം തരും. പല വ്യക്തികൾ വലിയ തെറ്റുകൾ ചെയ്യുവാൻ ധൈര്യം കാണിക്കുന്നതിന് കാരണം അവർക്ക് ദൈവഭയം ഇല്ലാത്തതിനാൽ ജ്ഞാനമില്ല എന്നതാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു ആവേശത്തിന് അത് ചെയ്യുന്നു. എന്നാൽ ആ തെറ്റ് ചെയ്തു കഴിഞ്ഞതിന് ശേഷമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് തെറ്റ് ചെയ്തതിനേക്കാൾ മുമ്പ് മനസ്സിലാക്കുന്നതിനെ ജ്ഞാനം എന്ന് പറയാം. മൃഗങ്ങൾക്കും മനുഷ്യനും ആത്മാവുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. തന്നെയുമല്ല, നമുക്കെല്ലാം അത് അറിയാം. എന്നാൽ മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ആത്മാവ് നരകത്തിലോ സ്വർഗത്തിലോ എത്തിച്ചേരുന്നു. മൃഗങ്ങൾ ചത്തുപോയാൽ അതിൻ്റെ ആത്മാവ് നശിച്ചു പോകുന്നു. എന്നാൽ നശിച്ചു പോകുന്ന ആത്മാവുള്ള മൃഗത്തെ പോലെ നശിച്ചു പോകാത്ത ആത്മാവുള്ള മനുഷ്യൻ ആയിത്തീരുന്നതിന് എന്ത് ചെയ്യണം എന്ന് 49-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ദൈവഭയം ഇല്ലാതായാൽ ആ വ്യക്തി നിശ്ചയമായും മൃഗതുല്യ സ്വഭാവമുള്ളവരായി തീരുകയും വലിയ പാപം ചെയ്ത് കൊലപാതകമോ വ്യഭിചാരമോ ചെയ്ത് മോഷണം നടത്തി സകല മനുഷ്യർക്കും ഭീതി വിഷയമായി തീരുകയും തനിക്ക് തന്നെ താനൊരു ഭാരമായി തീരുകയും ഒടുക്കം അനേകർക്കൊരു ശല്യമായി തീരുകയും നിത്യനരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നാം ചെയ്യേണ്ട കാര്യം, നമുക്ക് ദൈവഭയമുണ്ടോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കുവാൻ തയ്യാറാകണം എന്നതാണ്. നാം നമ്മെ തന്നെ വിധിച്ചാൽ ദൈവത്താൽ നാം വിധിക്കപ്പെടുകയില്ല. നാം മറ്റുള്ളവരെ വിധിച്ചാൽ നാം വിധിക്കപ്പെടുകയും ചെയ്യും. നമുക്ക് ദൈവഭയമുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് ദൈവഭയമുണ്ടെങ്കിൽ നാം രഹസ്യത്തിലോ പരസ്യത്തിലോ ആരെയും കുറ്റം പറയുകയില്ല. കാരണം ബൈബിൾ അതിന് എതിരാണ്. ദൈവം വെറുക്കുന്ന പാപമാണത്. നിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത് എന്ന ദൈവകൽപ്പനയുടെ ലംഘനമാണത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ വായിക്കുവാനും അനുസരിക്കണമെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനും നമുക്ക് ദൈവഭയമുണ്ടെങ്കിൽ വലിയ ആവേശമായിരിക്കും. വചനം നന്നായി പഠിക്കുകയും പഠിച്ച വചനം ശരിയായി അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ആരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതല്ല എങ്കിൽ നാം മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ഒടുവിൽ നമ്മെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു. ദൈവമഹത്വം ദർശനത്തിൽ കണ്ട യെശയ്യാവ് അതുവരെയും താൻ തന്നിൽ കാണാതിരുന്ന സകല അശുദ്ധിയും കാണുകയും തൻ്റെ അശുദ്ധിയെ സമ്മതിച്ചുകൊണ്ട് അതിൽ നിന്നും രക്ഷ നേടുവാൻ നിലവിളിക്കുകയും ദൈവം തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്തു എന്ന് യെശയ്യാ പ്രവചനം 6-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ദൈവഭയമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും എത്ര നഷ്ടം വന്നാലും ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ നാം ചെയ്യുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ദൈവത്തിന് സ്ഥാനമുണ്ടാകും. ദൈവം വെറുക്കുന്ന പാപം ചെയ്യുവാൻ നാം പരീക്ഷിക്കപ്പെടുമെന്നതിന് സംശയമില്ല. എന്നാൽ നമുക്ക് ദൈവഭയമുണ്ടെങ്കിൽ ജോസഫിനെ പോലെ നാം പാപത്തെ വിട്ട് ഓടും. കാരണം നാം പാപം ചെയ്താൽ നമുക്കെന്ത് സംഭവിക്കും എന്ന് ദൈവഭയമുള്ളവരെ ദൈവം പഠിപ്പിക്കും. ആ പഠിത്തത്തിൽ കൂടിയാണ് നമ്മുടെ ശരിയായ ജ്ഞാനം വളരുന്നത്. അതാണ് ദൈവിക ജ്ഞാനം. ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ജ്ഞാനത്താൽ മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താതിരുന്നതിനാൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി തീർത്തു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. സ്കൂളിലും കോളേജിലും പഠിച്ചാൽ നമുക്ക് അറിവുണ്ടാകും എന്നതിന് സംശയമില്ല. എന്നാൽ അതിനെയല്ല ജ്ഞാനം എന്ന് പറയുന്നത്. ശരിയായ ജ്ഞാനം പഠിക്കുമ്പോൾ ലഭിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ അന്തരംഗത്തിൽ നമ്മുടെ സൃഷ്ടാവ് വെച്ചു തരുന്നതാണ് ശരിയായ ജ്ഞാനം എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 36-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവനാർ, മനസ്സിന് വിവേകം കൊടുത്തവൻ ആർ എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 36-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവയായ കർത്താവാണ് ജ്ഞാനവും
വിവേകവും തരുന്നത്. പോൾ സുധാകരൻ എന്ന ഒരു വലിയ അധികാരി ഡോക്ടർ രാധാകൃഷ്ണനോട് ഞാൻ ജ്ഞാനിയായി തീരുവാൻ ഏത് പുസ്തകമാണ് വായിക്കേണ്ടത്, എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് ചോദിച്ചു. അതിന് രാധാകൃഷ്ണൻ മറുപടി കൊടുത്തത് ഇപ്രകാരമാണ്: വേദപുസ്തകം. അത് വേദപുസ്തകം വായിച്ചാൽ ജ്ഞാനം ഉണ്ടാകും എന്നാണ് രാധാകൃഷ്ണൻ തന്നോട് ചോദ്യം ചോദിച്ച വ്യക്തിക്ക് മറുപടി കൊടുത്തത്. വേദപുസ്തകത്തെ മറ്റ് പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഘടകം അതിന് മനുഷ്യരോട് സംസാരിക്കുവാനും മനുഷ്യരെ തിരുത്തുവാനും കഴിവുണ്ട് എന്നതാണ്. അനേക കോടി പാപികളെ മാനസാന്തരത്തിലേക്ക് നടത്തിയ പുസ്തകമാണ് സത്യവേദ പുസ്തകം അഥവാ ബൈബിൾ. ബൈബിൾ ദൈവിക ജ്ഞാനത്താൽ മനോഹരമായി എഴുതപ്പെട്ടിരിക്കുന്നു. അറിവ് വർദ്ധിപ്പിക്കുവാൻ, അറിവ് വളർത്തുവാൻ 1000 പുസ്തകങ്ങളുണ്ട്. എന്നാൽ ജ്ഞാനത്തിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന പുസ്തകം സത്യവേദ പുസ്തകം മാത്രമാണ്. പരിശുദ്ധാത്മാവാണ് ബൈബിൾ എഴുതുവാൻ ജ്ഞാനം കൊടുത്തത്. ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന ജ്ഞാനിയായ ഒരു വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ഇപ്രകാരമാണ്: നദി കുറുകെ കടക്കുന്നതിനിടയിൽ വള്ളം തുഴയുന്ന വ്യക്തിയോട് ജ്ഞാനി ചോദിച്ചു, നീ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ടോ? മറുപടി ഇല്ല എന്നായിരുന്നു. ജ്ഞാനി പറഞ്ഞു, നിൻ്റെ ജീവിതം പകുതിയും വെള്ളത്തിൽ ആയല്ലോ എന്ന്. താൻ തുടർന്നും ചോദിച്ചു, നിനക്ക് കണക്കറിയാമോ എന്ന്. ഇല്ല എന്നായിരുന്നു വെള്ളം തുഴയുന്ന വ്യക്തിയുടെ മറുപടി. ജ്ഞാനി പറഞ്ഞു, നിൻ്റെ ജീവിതം 3/4 ഭാഗവും വെള്ളത്തിൽ ആയല്ലോ എന്ന്. മോശം കാലാവസ്ഥ ആയിരുന്നു. മഴക്കാലമായതിനാൽ കാറ്റും കോളും പെട്ടെന്നായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. വളരെ വീതി കൂടിയ നദിയുടെ ഭാഗത്തുകൂടി പോയിക്കൊണ്ടിരുന്ന വള്ളത്തിന് പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റ് മൂലം പിടിച്ചു നിൽക്കുവാൻ കഴിയാതായി. വള്ളം തുഴയുന്ന യൗവനക്കാരൻ ജ്ഞാനിയോട് ചോദിച്ചു, സാർ, അങ്ങക്ക് നീന്തൽ അറിയാമോ? ഇല്ല എന്ന ജ്ഞാനിയുടെ മറുപടിക്കൊപ്പം ശക്തമായ കാറ്റ് മൂലം വള്ളം മറിയുകയും ജ്ഞാനി നദിയിലെ വെള്ളം കുടിച്ച് മരിക്കുകയും വള്ളം തുഴഞ്ഞവൻ വെള്ളത്തിൽ നിന്നും നീന്തി കരയ്ക്കെത്തുകയും ചെയ്തു. നാം കേട്ട കാര്യത്തിൽ യഥാർത്ഥ ജ്ഞാനം എന്നത് തത്വശാസ്ത്രത്തിൽ മിടുക്കനാവുക എന്നതോ കണക്കിൽ പ്രാവീണ്യം നേടുക എന്നതോ അല്ല, മറിച്ച് ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് ജീവനോടെ എങ്ങനെ എത്തിച്ചേരാം എന്ന ജ്ഞാനം നേടുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ഈ ഭൂമിയിൽ പാപം ചെയ്ത് ജീവിച്ച് ഒടുക്കം നിത്യമായ ജീവിതം നരകത്തിൽ ചിലവഴിക്കുവാൻ തുടർന്നും പാപം ചെയ്ത് ജീവിച്ചാൽ മാത്രം മതിയാകും. എന്നാൽ ഈ ഭൂമിയിൽ അല്പം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ യുഗായുഗം ജീവിക്കുവാനായി നേരോടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ഭൂമിയിൽ നിന്നും മരണയോർദാൻ കടന്ന് ദൈവസന്നിധിയിൽ എങ്ങനെ എത്തിച്ചേരാം എന്ന ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. ആ ജ്ഞാനം പ്രാപിക്കുവാൻ, ആ ജ്ഞാനം പ്രാപിച്ചവർ അതിൽ നിലനിൽക്കുവാനും പ്രാപിക്കാത്തവർ പ്രാപിക്കുവാനും നമുക്ക് ഉത്സാഹിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയുടെ വചനം വായിക്കാതിരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അങ്ങ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ കൊടുക്കണമേ. ദൈവിക ജ്ഞാനം ആഗ്രഹമുള്ള ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ദൈവിക ജ്ഞാനത്താൽ അങ്ങ് നിറയ്ക്കണമേ. അവരുടെ ബുദ്ധിയെ അങ്ങ് തുറക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്ന കർത്താവെ, അങ്ങ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെയും മടിയുടെയും ബുദ്ധിയെ തുറന്ന് അങ്ങയുടെ വചനം ഗ്രഹിപ്പാൻ വേണ്ട ജ്ഞാനം തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.